ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിന്ദി പാഠശാല. ഇന്ന് SCERT ബേസ്ഡ് 8th സ്റ്റാൻഡേർഡിലെ ഇക്കായി ദോയിലെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് മേരെ ബച്ചേക്കോ സിഖായേ. ഇതൊരു പത്രാണല്ലേ. പത്രം എന്ന് വെച്ചാൽ ലെറ്റർ, കത്ത്. ഇത് ആരെഴുതിയ കത്താണ്? എബ്രഹാം ലിങ്കൺ എഴുതിയ കത്താണ്. ആർക്കാണ് എഴുതിയിരിക്കുന്നത്? എബ്രഹാം ലിങ്കൺ തന്റെ കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് തന്റെ കുട്ടിയെ എന്തെല്ലാം പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകന് എഴുതിയ കത്താണ്. നമുക്കിത് നോക്കാം. മേരെ ബച്ചേക്കോ സിഖായേ, എന്റെ കുട്ടിയെ പഠിപ്പിച്ചാലും. എബ്രഹാം ലിങ്കൺ. റൈറ്റ് സൈഡിൽ കണ്ടോ, ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. കത്തിന്റെ ഫോർമാറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോക്കോളൂ കേട്ടോ. റൈറ്റ് സൈഡില് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എത്രയാ കൊടുത്തിരിക്കണേ? 15 മാർച്ച് 1860. 15 എന്താ പറയണേ? 15 മാർച്ച് 1860. 18 60 എന്ന് വെച്ചാല് 60. 15 മാർച്ച് 1860. ഇനി ലെഫ്റ്റ് സൈഡില് നമ്മൾ ആർക്കാണ് കത്ത് എഴുതണെന്ന് വെച്ചാൽ അവരെ സംബോധന ചെയ്യണം. അതായത് ഡിയർ ഫ്രണ്ട്, റെസ്പെക്റ്റഡ് സാർ എന്നൊക്കെ നമ്മൾ എഴുതാറില്ലേ. ഇവിടെ ഇപ്പോ അധ്യാപകനാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഡിയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രിയ ഗുരുജി. പ്രിയ ഗുരുജി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട അധ്യാപകന്. നമുക്കിത് ഓരോ പാരഗ്രാഫ് ആയിട്ട് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അർത്ഥവും പറയാം. सभी व्यक्ति न्यायप्रिय नहीं होते और न ही सब सच बोलते हैं. यह तो मेरा बच्चा कभी न कभी सीख ही लेगा, पर उसे यह अवश्य सिखाए कि अगर दुनिया में बदमाश लोग होते हैं तो अच्छे नेक इंसान भी होते हैं. अगर स्वार्थी राजनीतिज्ञ है तो जनता के हित में काम करने वाले देश प्रेमी भी है. उसे यह भी सिखाए कि अगर दुश्मन होते हैं तो दोस्त भी होते हैं. मुझे पता है कि इसमें समय लगेगा, परंतु हो सके तो उसे यह जरूर सिखाए कि मेहनत से कमाया एक पैसा भी हराम में मिली नोटों की गड्डी से कहीं अधिक മൂല്യവാൻ होता है. ഇനി ഇതിന്റെ അർത്ഥം എന്താന്ന് നോക്കാല്ലേ. സബി വ്യക്തി ന്യായപ്രിയ നഹി ഹോത്തെ. എല്ലാ വ്യക്തികളും ന്യായപ്രിയ, നീതി ഇഷ്ടപ്പെടുന്നവര്. ന്യായപ്രിയ നഹി ഹോത്തെ, എല്ലാ വ്യക്തികളും നീതി ഇഷ്ടപ്പെടുന്നവരല്ല. ഔർ നഹി സബ് സച്ച് ബോൾത്തെ ഹെ. സച്ച് എന്ന് വെച്ചാൽ സത്യം. ഔർ നഹി സബ് സച്ച് ബോൾത്തെ ഹെ. ഔർ കൂടാതെ എല്ലാവരും സത്യം പറയുന്നവരും അല്ല. യഹ് തോ മേരാ ബച്ച, ഇത് എന്റെ കുട്ടി, കബീന കബി എപ്പോഴെങ്കിലും, സീഖി ലേഖ പഠിക്കുക തന്നെ ചെയ്യും. ഇതെന്റെ കുട്ടി എപ്പോഴെങ്കിലും പഠിക്കുക തന്നെ ചെയ്യും. പർ എന്നാൽ, ഉസെ യഹ് അവശ്യ സിഖായേ കി അഗർ ദുനിയാമേ. ഇനി അവശ്യ സിഖായ എന്ന് വെച്ചാൽ ഉറപ്പായും പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടേ? അഗർ ദുനിയാമേം. അഗർ ദുനിയാമേം ബദ്മാഷ് ലോഗ് ഹോത്തേ ഹേത്തോ. ബദ്മാഷ് എന്ന് വെച്ചാൽ തെമ്മാടി. തെമ്മാടി എന്ന് പറയുമ്പോൾ മോശക്കാരായിട്ടുള്ള വ്യക്തികള്, ചീത്ത ആൾക്കാര്, കുറ്റവാളികള്, കൊലപാതകള്, കള്ളത്തരം ചെയ്യുന്നവര്, കള്ളന്മാര്. അങ്ങനെ നമ്മുടെ സമൂഹത്ത് മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ബദ്മാഷ് എന്ന് പറയാം. ഇപ്പൊ ദുനിയ എന്ന് വെച്ചാൽ എന്താ? ലോകം. ദുനിയാമേ ബദ്മാഷ് ലോഗ് ഹോത്തേ ഹേ തോ അച്ഛേ നേക് ഇൻസാൻ ബി. നേക് ഇൻസാൻ എന്ന് വെച്ചാൽ ഇൻസാൻ മനുഷ്യൻ. നേക് അച്ഛ നല്ല. അച്ഛേ നേക് ഇൻസാൻ ബി ഹോത്തേ ഹേ. അതായത് ഈ ലോകത്ത് ചീത്ത ആളുകൾ ഉള്ളതുപോലെ തന്നെ നല്ല ആളുകളും ഉണ്ടെന്ന് അവനെ ഉറപ്പായും പഠിപ്പിക്കണം. അവശ്യസിക്കായേ. അടുത്ത വരി. अगर स्वार्थी राजनीतिज्ञ है तो. अगर സ്വാർത്ഥി രാജനീതിജ്ഞ. സ്വാർത്ഥി എന്ന് വെച്ചാൽ സെൽഫിഷ്.
സെൽഫിഷ് ആയിട്ടുള്ള, സ്വാർത്ഥന്മാരായിട്ടുള്ള, അല്ലെ, സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവര്, മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയുമില്ലാത്തവര്, അല്ലെ, സ്വാർത്ഥിയായ, സെൽഫിഷായ. രാജനീതിജ്ഞ എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയക്കാര്. അഗർ സ്വാർത്ഥി രാജനീതിജ്ഞ ഹേത്തോ, സ്വാർത്ഥന്മാരായ രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും ജനങ്ങളുടെ ഹിതമേ കാം കർനെ വാലെ ദേശപ്രേമി ഭി ഹേ. ഹിതമേ എന്ന് വെച്ചാൽ ക്ഷേമം, ജനങ്ങളുടെ ക്ഷേമത്തിന് കാം കർനെ വാലെ പ്രവർത്തിക്കുന്ന ദേശ് പ്രേമി ഭി ഹേ, രാജ്യസ്നേഹികളും ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നേ? സ്വാർത്ഥന്മാരായ രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യസ്നേഹികളും ഉണ്ട്. ഉസേ യഹ് ഭി സിഖായേ കി, അവനെ ഇതും പഠിപ്പിക്കണം. അഗർ ദുഷ്മൻ ഹോത്തേ ഹേ തോ ദോസ്ത് ഭി ഹോത്തേ ഹേ. ശത്രു ഉള്ളതുപോലെ തന്നെ ദുഷ്മൻ, ശത്രു ഉള്ളതുപോലെ തന്നെ ദോസ്ത്, കൂട്ടുകാരൻ, സുഹൃത്തും ഉണ്ട്. അതായത് ഈ ലോകത്ത് ശത്രു ഉള്ളതുപോലെ തന്നെ സുഹൃത്തുണ്ടെന്നും അവനെ പഠിപ്പിക്കണം. മുझे പത്താ ഹേ, എനിക്കറിയാം, കി ഇസ്മേ സമയ ലേഗേഗ, ഇതിന് സമയമെടുക്കും. അതായത് ഈ ലോകത്തുള്ള നല്ല ആൾക്കാരെ കുറിച്ചും ചീത്ത ആൾക്കാരെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് ടൈം എടുക്കും. മുझे പത്താ ഹേ കി ഇസ്മേ സമയ ലേഗേഗ, ഇതിന് കുറച്ച് സമയം എടുക്കും. പരന്തു ഹോ സക്കേത്തോ, പക്ഷേ കഴിയുമെങ്കിൽ, പക്ഷേ, ഹോ സക്കേത്തോ കഴിയുമെങ്കിൽ, ഉസേ യഹ് സരൂർ സിക്കായേ കി മെഹനത് സേ കമായ, മെഹനത് അധ്വാനം, ഹാർഡ് വർക്ക്, കമായ എന്ന് വെച്ചാൽ സമ്പാദിക്കുക, അത് അധ്വാനിച്ച് സമ്പാദിച്ച പൈസ ബി, ഒരു പൈസ ആയാലും, ഹറാമുമേ മിലി നോട്ടോക്കി ഗഡ്ഡീസെ, ഹറാം എന്ന് വെച്ചാൽ വിരുദ്ധമായ, നിഷിദ്ധമായ, നേരായ വഴിയല്ലാത്ത, അല്ലെങ്കിൽ വളഞ്ഞ വഴിക്ക് പൈസ ഉണ്ടാക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പൈസയെക്കാളും, പൈസ നോട്ടോക്കി ഗഡ്ഡി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കെട്ടുന്നാണ്. ഗഡ്ഡി എന്ന് വെച്ചാൽ കെട്ട്, നോട്ട് കെട്ടുകള്. ഗഡ്ഡീസെ കഹി അധിക് മൂല്യവാൻ ഹോത്താ ഹേ, അതായത് കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച ഒരു പൈസ ആയാൽ പോലും അത് വിരുദ്ധമായി കിട്ടിയ, അല്ലെങ്കിൽ വിരുദ്ധമായി സമ്പാദിച്ച നോട്ട് കെട്ടുകളേക്കാൾ വിലയുള്ളതാണെന്ന് അവനെ പഠിപ്പിക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ്. उसे हारना सिखाए और जीत में खुश होना भी सिखाए. हो सके तो उसे राग द्वेष से दूर रखे और उसे अपनी मुसीबतों को हंसकर टालना सिखाए. वह जल्द ही ये सब सीखे कि बदमाशों को आसानी से काबू में किया जा सकता है. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉസേ ഹാർന സിഖായെ, ഹാർന തോൽക്കുക എന്നാണ് ഹാർന എന്ന് വെച്ചാല്. ഉസേ ഹാർന സിഖായെ, അവനെ തോൽക്കാനും പഠിപ്പിക്കുക. അവർ കൂടാതെ വിജയം, ജീത് മേ ഖുഷ് ഹോന, സന്തോഷിക്കുക, വിജയത്തിൽ സന്തോഷിക്കുവാനും പഠിപ്പിക്കുക. അവനെ തോൽക്കാനും പഠിപ്പിക്കുക, കൂടാതെ വിജയത്തിൽ സന്തോഷിക്കുവാനും പഠിപ്പിക്കുക. ഹോ സക്കേത്തോ, സാധ്യമെങ്കിൽ, രാഗ് എന്താ? രാഗ് എന്ന് വെച്ചാൽ സ്നേഹം, ദ്വേഷ് എന്ന് വെച്ചാൽ ശത്രുത. അവനെ സ്നേഹത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും ദൂരക്കെ, അകറ്റി നിർത്തുക. സാധ്യമെങ്കിൽ അവനെ സ്നേഹത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും അകറ്റി നിർത്തുക. കൂടാതെ ഉസേ അപ്നി മുസീബത്തോ, മുസീബത്ത് എന്ന് വെച്ചാൽ എന്താ? കഷ്ടപ്പാട്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്. അതിനെയാണ് ഹിന്ദിയിൽ മുസീബത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മുസീബത്തോക്കോ ഹസ്കർ ടാൽന സിഖായെ, തന്റെ ബുദ്ധിമുട്ടുകളിൽ ചിരിച്ചുകൊണ്ട് തന്റെ ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റാൻ പഠിപ്പിക്കുക. അതായത് എത്ര കഷ്ടപ്പാട് വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഒക്കെ അതിനെ ചിരിച്ച് അവഗണിച്ച് അതെല്ലാം തരണം ചെയ്യാൻ അവനെ പഠിപ്പിക്കണം. വഹ് ജൽദ് ഹി യഹ് സബ് സീഖെ, അവനിതെല്ലാം വേഗത്തിൽ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? ബദ്മാഷോക്കോ ആസാനി സെ കാബൂമേ കിയാ ജാ സക്താ ഹെ. ബദ്മാഷ് നമ്മൾ പറഞ്ഞല്ലേ, തെമ്മാടികള്, മോശം ആൾക്കാര് അല്ലെങ്കിൽ ചീത്ത ആൾക്കാര്. ആസാനി സെ എളുപ്പത്തിൽ, കാബൂ എന്ന് വെച്ചാൽ നിയന്ത്രണത്തിൽ, കൺട്രോൾ, കിയാ ജാ സക്താ ഹെ,
അവനെ വേഗത്തിൽ പഠിപ്പിക്കണം. മോശ സ്വഭാവമുള്ള ആളുകളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള കാര്യവും അവനെ പഠിപ്പിക്കണം. അടുത്തത്, अगर संभव हो तो उसे किताबों की मनमोहक दुनिया में अवश्य ले जाए. साथ साथ उसे प्रकृति की सुंदरता, नीले आसमान में उड़ते आजाद पक्षी, सुनहरी धूप में गुनगुनाती मधुमक्खियां और पहाड़ के ढलानों पर खिलखिलाते जंगली फूलों की हंसी को भी निहारने दे. स्कूल में उसे सिखाए कि नकल करके पास होने से फेल होना बेहतर है. എന്തിവിടെ പറഞ്ഞിരിക്കുന്നത്? അഗർ സംഭവ് ഹോത്തോ, കഴിയുമെങ്കിൽ, ഉസെ കിതാബോങ്കി, കിതാബ് ബുക്സ്, മൻമോഹക്, മോഹിപ്പിക്കുന്ന, ദുനിയ ലോകം, ലോകത്തേക്ക് അവശ്യലേജായി, ഉറപ്പായും കൊണ്ടുപോകണം. കഴിയുമെങ്കിൽ പുസ്തകങ്ങളുടെ മോഹിപ്പിക്കുന്ന ലോകത്തേക്ക് കൊണ്ടുപോകണം. അതായത് അറിവിന്റെ ലോകത്തേക്ക് കൊണ്ടുപോവുക എന്ന്. സാത് സാത്, സാത് സാത് എന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ, ഉസേ പ്രകൃതിക്ക് സുന്ദരത, പ്രകൃതിയുടെ സൗന്ദര്യവും, നീലേ ആസ്മാൻ, നീലേ ആസ്മാൻ എന്ന് വെച്ചാൽ നീലാകാശം, ആസ്മാൻ ആകാശം, മേ ഉടുത്തെ പറക്കുന്ന, ആസാദ് സ്വതന്ത്രയായ, പക്ഷി നമുക്കറിയാം അല്ലെ, പക്ഷി തന്നെ. ഈ പക്ഷിക്ക് ഹിന്ദിയിൽ വേറൊരു വാക്കുകൂടി ഉണ്ടല്ലേ, ചിടിയ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നീലാകാശത്ത് സ്വതന്ത്രമായി പറക്കുന്ന പക്ഷിയെയും, സുൻഹരി ധൂപ്മേം, സുൻഹരി സ്വർണ്ണ നിറം, ഗോൾഡൻ കളർ, ധൂപ്മേം വെയിൽ, ഗുൻഗുനാത്തി, ഗുൻഗുനാന്ന് വെച്ചാൽ എന്താ? മൂളുക. ഗുൻഗുനാത്തി മധുമക്കിയാം, തേനീച്ചേനെ കേട്ടോ മധുമക്കി എന്ന് പറയുന്നേ. അപ്പൊ എന്തിവിടെ അർത്ഥം വന്നിരിക്കുന്നത്? സ്വർണ്ണ നിറമായ വെയിലിൽ മൂളി നടക്കുന്ന തേനീച്ചകൾ, അവർ കൂടാതെ പഹാഡ് കെ ഠലാനോപ്പർ, പഹാഡ് പർവ്വതം, ഠലാനോ ചരിവ്, കുന്നിൻ ചരിവ് അല്ലെ, പർവ്വതത്തിന്റെ ചരിവിൽ, ഗിൽഗിലാത്തെ പൊട്ടിച്ചിരിക്കുന്ന, ജംഗലി ഫൂൽ, ജംഗൽ എന്ന് വെച്ചാൽ ഫോറസ്റ്റ് അറിയാലേ, ഫൂൽ ഫ്ലവർ അതും നമുക്കറിയാം. അപ്പൊ ജംഗലി ഫൂൽ എന്ന് പറയുമ്പോഴോ കാട്ടുപൂക്കൾ, ഹസി കോബി നിഹാർനെ ദേ, അതായത് കുന്നിൻ ചെരുവിലെ പൊട്ടിച്ചിരിക്കുന്ന കാട്ടുപൂക്കളുടെ ചിരിയെയും അവൻ കാണട്ടെ. നിഹാർനെ ദേ എന്ന് വെച്ചാൽ ദേഖ്നെ ദേ, ദേഖ്നെ ദേന്റെ വേറൊരു ഹിന്ദി വാക്കാണ് നിഹാർനെ ദേ, കാണട്ടെ. അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്നുകൂടെ ഞാൻ പറയാവേ. പ്രകൃതിയുടെ സൗന്ദര്യവും, നീലാകാശത്ത് സ്വതന്ത്രമായി പറക്കുന്ന പക്ഷിയെയും, സ്വർണ്ണ നിറമായ വെയിലിൽ മൂളി നടക്കുന്ന തേനീച്ചകളെയും, മലയുടെ ചരിവിൽ പൊട്ടിച്ചിരിക്കുന്ന കാട്ടുപൂക്കളുടെ ചിരിയെയും അവൻ കാണട്ടെ. അതായത് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവിനോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ളത് പ്രകൃതിയെയും കണ്ട് അവൻ പഠിക്കട്ടെ. ഇനി ഒരു ലൈനും കൂടി ഉണ്ട് ഇതില്, സ്കൂൾ മേ ഉസെ സിഖായേഗി നക്കൽ കർക്കെ പാസ് ഹോനെ സെ ഫെയിൽ ഹോന ബെഹത്തർ ഹെ. അതായത് സ്കൂളിൽ അവനെ പഠിപ്പിക്കണം. സ്കൂൾ മേ ഉസെ സിഖായേഗി നക്കൽ കർക്കെ, നക്കൽ കർണ എന്ന് വെച്ചാൽ എന്താ? കോപ്പി അടിക്കുക. എക്സാമിനൊക്കെ കോപ്പി അടിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. കോപ്പി അടിക്കുന്നവരൊക്കെ, നക്കൽ കർക്കെ പാസ് ഹോനെ സെ ഫെയിൽ ഹോന ബെഹത്തർ ഹെ, അങ്ങനെ കോപ്പി അടിച്ച് ജയിക്കുന്നതിനേക്കാളും തോക്കുന്നതാണ് നല്ലത്. ബെഹത്തർ നല്ലത്. കോപ്പി അടിച്ച് പാസ്സാകുന്നതിനേക്കാൾ നല്ലത് എന്താണ്? തോൽക്കുന്നതാണെന്ന് അവനെ സ്കൂളിൽ പഠിപ്പിക്കണം. അടുത്ത പാരാഗ്രാഫ്, चाहे सभी लोग उसे गलत कहे परंतु वह अपने विचारों में पक्का विश्वास रखे और उन पर अडिग रहे. वह भले लोगों के साथ नेक व्यवहार करे और बदमाशों को करारा सबक सिखाए. जब लोग भेड़ों की तरह एक ही एक रास्ते पर चल रहे हो तो उसमें भीड़ से अलग होकर अपना रास्ता बनाने की हिम्मत हो. उसे सिखाएगी वह हर एक की बात को धैर्य पूर्वक सुने, फिर उसे सत्य की कसौटी पर कसे और केवल अच्छाई को ही ग्रहण करे. अगर हो सके तो उसे दुख में भी हंसने की सीख दे. ഇതിന്റെ നോക്കാം മീനിങ്. ചാഹെ സബി ലോഗ് ഉസെ ഗലത് കഹെ, ഇനി എല്ലാവരും അവനെ തെറ്റാണെന്ന് പറഞ്ഞാലും, പരന്തു
വഹ് അപ്നെ വിചാരോ മേ പക്കാ വിശ്വാസ് രഖേ. അവൻ തന്റെ ആശയങ്ങളിൽ, വിചാരോമേ ആശയങ്ങളിൽ, പക്കാ വിശ്വാസ് ഉറച്ച വിശ്വാസം, ഉറച്ചു വിശ്വസിക്കുകയും, അതിൽ ഔർ ഉൻപർ, ഉൻപർ എന്ന് വെച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. അഡിങ് രഹേ, അഡിങ് എന്ന് വെച്ചാൽ ഉറച്ചു നിൽക്കുക. അതായത് എല്ലാവരും അവനെ തെറ്റു പറഞ്ഞാലും തന്റെ ആശയങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. വഹ് ഭലേ ലോഗോം കെ സാത്ത്, ഭലേ ലോകം എന്ന് വെച്ചാൽ നല്ല വ്യക്തികള്, നല്ല ആൾക്കാർ. ഭലേ ലോഗോം കെ സാത്ത് നേക് വ്യവഹാർ കരേ. ആ, നല്ല ആൾക്കാരുടെ അടുത്ത് അവൻ നല്ല രീതിയിൽ പെരുമാറട്ടെ. അവർ ബദ്മാഷോക്കോ, ബദ്മാഷ് എന്ന് വെച്ചാൽ തെന്മാടികൾ അല്ലെ. അപ്പൊ അവരുടെ അടുത്ത് എന്താ ചെയ്യേണ്ടത്? കരാറാ സബക് സിഖായേ. അതായത് മോശ വ്യക്തികളെ കഠിനമായ, കരാറ കടുത്ത കഠിനമായ, സബക് സിഖായേ പാഠം പഠിപ്പിക്കുകയും വേണം. അതായത് അവൻ നല്ലവരോട് നല്ല രീതിയിൽ പെരുമാറുകയും മോശം വ്യക്തികളെ കഠിനമായ പാഠം പഠിപ്പിക്കുകയും വേണം. നെക്സ്റ്റ് ലൈൻ, ജബ് ലോഗ് ഭേഡോ കി തര ഏക് ഹി ഏക് രസ്തേ പർ. ജബ് ലോഗ് എന്ന് വെച്ചാൽ ആളുകൾ അല്ലെ. ബേഡോ കി തര, ബേഡ് എന്ന് വെച്ചാൽ ചെമ്മരിയാട്. ആളുകള് ചെമ്മരിയാടുകളെ പോലെ ഏക് ഹി രസ്തേ പർ ഒരേ വഴിയിൽ, ചൽ രഹേ ഹോത്തോ നടക്കുമ്പോൾ, ഉസ്മേ ഭീഡ് സേ, ഭീഡ് എന്ന് വെച്ചാൽ ആൾക്കൂട്ടം, ഭീഡ് സേ അലഗ് ഹോക്കർ അതിൽ നിന്നും മാറി, അപ്പന രാസ്ത ബനാനയ്ക്ക് ഹിമ്മത്ത് ഹോ അതിൽ നിന്നും മാറി മറ്റൊരു വേറൊരു വഴി ഒരുക്കാനുള്ള ഹിമ്മത്ത് അവന് ഉണ്ടാകണം, ധൈര്യം അവന് ഉണ്ടാകണം. അപ്പോ എന്തിവിടെ പറഞ്ഞിരിക്കുന്നത്? ആളുകൾ ചെമ്മരിയാടുകളെ പോലെ ഒരേ വഴിയിൽ നടക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും മാറി മറ്റൊരു വഴി ഒരുക്കാനുള്ള ധൈര്യം അവന് ഉണ്ടാകണം. അതായത് കുറെ ആളുകൾ ഇപ്പൊ മോശം വഴിയിലൂടെ പോകുകയാണെന്ന് വെക്കുക. അപ്പൊ അത് മനസ്സിലാക്കി നേരായ വഴിയിൽ പോകാനുള്ള ധൈര്യം അവന് ഉണ്ടാകണം. ओके, उसे सिखाए कि वह हर एक की बात को धैर्यपूर्वक सुने. അവനെ പഠിപ്പിക്കണം. ഉസേ സിഖായേക്ക് വഹ് ഹർരേക്ക് ബാത്, ഹർരേക്ക് എന്ന് വെച്ചാൽ എല്ലാവരുടെയും, ബാത്, ബാത് എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത്. ഓ ധൈര്യപൂർവ്വക് സുനെ ധൈര്യത്തോടെ കേൾക്കണം. എല്ലാവരും ഉപദേശങ്ങളൊക്കെ പറയും അല്ലെ. അപ്പൊ എല്ലാവരും പറയുന്നത് ധൈര്യത്തോടെ കേൾക്കാൻ അവനെ പഠിപ്പിക്കുക. ഫിർ उसे सत्य की कसौटी पर कसे और केवल अच्छाई को ही ग्रहण करे. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എല്ലാവരും പറയുന്നതൊക്കെ കേൾക്കാനുള്ള ധൈര്യവും വേണം. എന്നിട്ട് അതിൽ നിന്ന് സത്യത്തെ തിരിച്ചറിഞ്ഞ്, സത്യക്ക് കസോട്ടി പർ കസേ, അതായത് സത്യത്തെ തിരിച്ചറിയുക എന്നാണ് കസോട്ടി പർ കസയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തെ തിരിച്ചറിഞ്ഞ് കേവൽ അച്ചായി കോഹി ഗ്രഹൺ കരേ, അതിൽ നിന്നും നല്ലത് മാത്രം, നല്ലത് മാത്രം, അച്ചായിക്കോ നല്ലത് മാത്രം സ്വീകരിക്കുകയും ചെയ്യണം. അഗർ ഹോ സക്കേത്തോ കഴിയുമെങ്കിൽ, ഹോ സക്കേത്തോ കഴിയുമെങ്കിൽ, ഉസേ ദുഃഖ് മേ ബി, ദുഃഖ് എന്ന് വെച്ചാൽ സങ്കടം അല്ലെ, വിഷമം. ഉസേ ദുഃഖ് മേ ബി ഹസ്നേക്കോ സീക്തേ, സങ്കടത്തിലും ചിരിക്കാൻ അവനെ പഠിപ്പിക്കണം. അതായത് സന്തോഷത്തിലായാലും സങ്കടം വന്നാലും നമ്മൾക്ക് അത് നേരിടാനുള്ള ശക്തി ഉണ്ടാവണം. ചിരിച്ചു തന്നെ അതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിയണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരാഗ്രാഫ് നോക്കാം, വായിക്കാം. उसे समझाइए कि अगर रोना भी पड़े तो उसमें कोई शर्म की बात नहीं है. वह आलोचकों को नजरअंदाज करे और चाटगारों से सावधान रहे. वह अपने शरीर की ताकत के बलबूते पर भरपूर कमाई करे, परंतु अपनी आत्मा और अपने ईमान को कभी न बेचे. उसमें शक्ति हो कि चिल्लाती भीड़ के सामने भी खड़ा होकर अपने सत्य के लिए जूझता रहे. आप उसे तसल्ली से सिखाए, परंतु बहुत लाड प्यार में उसे बिगाड़े नहीं. उसे हमेशा ऐसी सीख दे कि मानव जाति पर उसकी असीम श्रद्धा बनी रहे. നോക്കാം. ഉസേ സംജായേക്ക് അവനെ മനസ്സിലാക്കുക. അഗർ റോന ബി പടേ, റോന എന്ന് വെച്ചാൽ കരയുക. റോന ബി പടേ തോ ഉസ്മേ കോയി ശർം കി ബാത് നഹീ, ശർം എന്ന് വെച്ചാൽ ലജ്ജ, നാണം.
അതായത് കരയേണ്ടി വന്നാലും ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവും, സങ്കടവും ഉണ്ടാവും അല്ലെ. അന്നേരം കരയേണ്ടി വന്നാലും ലജ്ജിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കണം. വഹ് ആലോചകോങ്കോ, ആലോചക് എന്ന് വെച്ചാൽ വിമർശിക്കുന്നവര്, വിമർശകർ, ക്രിട്ടിസൈസ് ചെയ്യുന്നവർ. വിമർശിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? നസറന്ദാസ് കരെ, അവരെയൊക്കെ അവഗണിക്കുക, അവോയ്ഡ് ചെയ്യുക. और चाटुकारों से सावधान रहे. ചാട്ടുകാർ എന്ന് പറഞ്ഞാൽ വ്യാജ പ്രശംസകർ. വ്യാജ പ്രശംസകരിൽ നിന്നും സൂക്ഷിക്കുക, ഒന്ന് കരുതിയിരിക്കുക. സാവധാൻ രഹി എന്ന് വെച്ചാൽ ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ഓക്കെ, അതായത് വിമർശകരെ അവഗണിക്കുകയും വ്യാജ പ്രശംസകരെ സൂക്ഷിക്കുകയും ചെയ്യണം. वह अपने शरीर की ताकत के बलबूते पर भरपूर कमाई करे. താക്കത്ത് എന്ന് വെച്ചാൽ എന്താ? ശക്തി. ഭർപൂർ നിറയെ, കമായി എന്ന് വെച്ചാൽ സമ്പാദിക്കുക. എന്തിവിടെ പറഞ്ഞിരിക്കണേ? അവൻ തന്റെ ശരീരത്തിന്റെ ശക്തിക്കനുസരിച്ച് അതിനനുസരിച്ച് അവൻ നിറയെ സമ്പാദിക്കട്ടെ. परंतु എന്നാൽ अपनी आत्मा और अपने ईमान को कभी न भेजे. भेजे എന്ന് വെച്ചാൽ വിൽക്കുക, ബേജ്ന വിൽക്കുക. ഇമാൻ എന്ന് വെച്ചാൽ എന്താ? സത്യസന്ധത. എന്നാൽ അവൻ തന്റെ ആത്മാവിനെയും സത്യസന്ധതയും ഒരിക്കലും വിൽക്കരുത്. വിൽക്കരുത് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. തന്റെ ആത്മാവിനെയും സത്യസന്ധതയും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. उसमें शक्ति होगी ചില്ലാത്തി ബീട്ട് കെ സാമനെ. അവനിൽ ശക്തി ഉണ്ടാകണം. എന്തിനെ നേരിടാനാ? ചില്ലാത്തി ബീട്ട് കെ, ചില്ലാനാന്ന് വെച്ചാൽ ഒച്ച ഉണ്ടാക്കുക, അലറുക, ബഹളം വെക്കുക. ബീഡ് ജനക്കൂട്ടം. ഇപ്പൊ ബഹളം വയ്ക്കുന്ന ജനക്കൂട്ടത്തിന് സാമനെ ബി ഖടാ ഹോക്കർ, സാമന മുന്നിൽ, ഖടാ ഹോക്കർ നിന്നുകൊണ്ട്, മുന്നിൽ നിന്ന്, അപ്പനെ തന്റെ സത്യക്കയിലെ ജൂജ്താ രഹേ. ജൂജ്ന എന്ന് വെച്ചാൽ പോരാടുക, യുദ്ധം ചെയ്യുക എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് ഇതിന്റെ വാക്യം നോക്കാം. ബഹളം വയ്ക്കുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് തന്റെ സത്യത്തിനായി പോരാടാനും അവന് ശക്തി ഉണ്ടാകട്ടെ. അടുത്തത് ആപ് ഉസെ തസല്ലി സെ സിഖായെ. തസല്ലി എന്താ? സമാധാനത്തോടെ, ആശ്വാസത്തോടെ. താങ്കൾ അവനെ സമാധാനമായി പഠിപ്പിക്കുക. പരന്തു പക്ഷേ, ബഹുത് ലാഡ് പ്യാറിനെ ഉസെ ബിഗാഡേ നഹി. പക്ഷേ ലാഡ് പ്യാർ എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് സ്നേഹിക്കുക, ലാളന. ലാളന എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം വരുന്നത്. പക്ഷെ അവനെ ലാളിച്ച് വഷളാക്കരുത്. വഷളായി പോയാൽ എന്താവും? കുട്ടികൾ ഭയങ്കര വാശിക്കാരൊക്കെ ആവും അല്ലെ. അപ്പൊ പരന്തു ബഹുത് ലാഡ് പ്യാറിനെ ഉസെ ബിഗാഡേ നഹി. അവനെ ഒരുപാട് ലാളിച്ച് വഷളാക്കരുത്. ഉസെ ഹമേഷ ഏസി സീഖ്തേ. അത് എന്തിവിടെ പറയുന്നേ? ഉസെ ഹമേഷ ഏസി സീഖ്തേ കി മാനവ ജാതി പർ, മാനവ് എന്ന് വെച്ചാൽ മനുഷ്യവർഗം, ഉസ്കി അസീം ശ്രദ്ധ, അസീം എന്ന് വെച്ചാൽ അനന്തമായ, അൺലിമിറ്റഡ്, ശ്രദ്ധ ബഹുമാനം. അതായത് അവനിൽ എപ്പോഴും മനുഷ്യവർഗത്തോടുള്ള അനന്തമായ ആദരവ് അല്ലെങ്കിൽ ബഹുമാനം നിലനിൽക്കത്തക്ക വിധം വേണം അവനെ പഠിപ്പിക്കാൻ. ഇനി ഒരു വരിയും കൂടി ഉള്ളൂ. മേനെ അപ്പനെ പത്രമേ ബഹുത് കുച്ച് ലിഖാ ഹെ. ഇബ്രാഹിം ലിങ്കൻ പറയുകയാണ്, ഞാൻ എന്റെ കത്തിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ബഹുത് കുച്ച് ലിഖാ ഹെ, ഒരുപാട് എഴുതിയിട്ടുണ്ട്. ദേഖേ നോക്കുക. ഇസ്മേ സേ ക്യാ കർന സംഭവ് ഹെ, ഇതിൽ നിന്ന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കുക. ടീച്ചറോട് പറയുവാണ് കേട്ടോ എബ്രഹാം ലിങ്കൺ. അപ്പൊ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു അധ്യാപകന് എന്തൊക്കെയാണ് വിദ്യാർത്ഥിയെ പഠിപ്പിക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഈ കത്തിലൂടെ എബ്രഹാം ലിങ്കൺ ചൂണ്ടി കാട്ടിയിരിക്കുകയാണ്. ഇതൊരു മെസ്സേജ് ഉണ്ടല്ലേ. സമൂഹത്തിലെ നല്ലതും ചീത്തയും മനസ്സിലാക്കി നല്ലത് ഉൾക്കൊണ്ട് വേണം ജീവിക്കാൻ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിച്ചുള്ള ഇതൊരു പത്രമാണ്. ഇനി പത്രം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അതിൽ ഒരു ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എക്സാമ്പിൾ സഹിതം വേറൊരു വീഡിയോയിൽ ചെയ്യാട്ടോ. ഈ പത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.